5526. 5526 വി ജോയിയുടെ ലീഡ് കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങൽ ഇനിയും 170,000 വോട്ട് എണ്ണാനുണ്ട്. അത് പക്ഷെ 5526 എഡ്ജ് നേടുന്നതോടുകൂടി വി ജോയ് രണ്ടാമതൊരു കനൽത്തരി ടർബോ എഞ്ചിൻ വെച്ച് കഴിഞ്ഞു. അവസാന പുഷ്. ഗോവിന്ദ മാഷ് പറഞ്ഞതുപോലെ 1-ൽ നിന്ന് 2 ആകുന്നു. 100% ഇരട്ടി സീറ്റ് ആകണമെങ്കിൽ ആറ്റിങ്ങൽ ജയിച്ചേ പറ്റൂ. അപ്പൊ കെ രാധാകൃഷ്ണനും വി ജോയിയും അമ്രാറാമും ഒക്കെ പറഞ്ഞു. മറ്റൊരു സന്തോഷകരമായ കാര്യം, CPM-ന് മധുരയിൽ സു വെങ്കടേശൻ CPM 2,58,000 വോട്ടിന് മുന്നിലാണ്. എന്ന് വെച്ചാൽ വിജയം ഉറപ്പിച്ചു. നെക്സ്റ്റ് CPM MP ടു ദ ഇന്ത്യൻ പാർലമെന്റ്. അഞ്ചാമത്തെ ചെങ്കൊടി. പക്ഷെ അത് ദേശീയ പാർട്ടി പദവി കിട്ടാൻ മതിയാവുന്ന ഒരു സംഖ്യ ആയിരിക്കില്ല. അതിന്റെ സാങ്കേതികത നോക്കേണ്ടി വരും. ദേശീയ പാർട്ടി പദവി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുണ്ടെങ്കിൽ ആ വിധത്തിൽ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, ഇപ്പോൾ ഇതാ രാജസ്ഥാനിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്ന് CPM-ന് മെമ്പർ ഓഫ് പാർലമെന്റ്സ് ഉണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിൽ അവർക്ക് മുർഷിദാബാദ് പോലും ജയിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നു. 3 ലക്ഷം വോട്ടാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്ന് സ്വന്തമാക്കിയത്. അത് ഒരു ചെറിയ കണക്കല്ല ആറ്റിങ്ങലിൽ. ജതീഷ്, വി മുരളീധരൻ ഇനി കുതിച്ച് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അവസാനത്തെ ആ വോട്ട് സ്പ്ലിറ്റ് കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വോട്ട് സ്പ്ലിറ്റ് പാടലീപുത്രയിൽ മിഷാ ഭാരതി RJD ലാലുവിന്റെ മകൾ 56,282 വോട്ടുകൾക്ക് മുന്നിലാണ്. രാംകൃപാൽ യാദവിനേക്കാൾ, BJP-യുടെ രാംകൃപാൽ യാദവിനേക്കാൾ 56,282 വോട്ടുകൾക്ക്. അവിടെയുള്ള ഒരു കാര്യം, RJD വലിയൊരു തിരിച്ചുവരവ് നടത്തുന്നതിന്റെ പ്രതീക്ഷ അതൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായത്, ഗുജറാത്തിൽ പോലും ഇപ്പോൾ കോൺഗ്രസ് 2 സീറ്റിന് ലീഡ് ചെയ്യുന്നു. അത് RJD-ക്ക് കോൺഗ്രസിനും ബീഹാറിൽ അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെ JDU അവരുടെ കോട്ട കാത്തു എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. പിന്നോക്ക വോട്ടുകൾ, യാദവിതര പിന്നോക്ക വോട്ടുകൾ വളരെ സ്റ്റേണായി BJP സഖ്യത്തിനൊപ്പം നിന്നു. അവിടെ പരമ്പരാഗതമായ മുന്നാക്ക വോട്ടുകൾ BJP-ക്ക് കിട്ടുന്നു. ഒപ്പം പിന്നാക്ക വോട്ടുകൾ JDU എന്നുള്ള നിലയിൽ ആ മുന്നണി വളരെ ശക്തമായി. തടവുകാരനായി ലാലു പ്രസാദ് യാദവ് 1977 അല്ലെങ്കിൽ 1975 അടിയന്തരാവസ്ഥ കാലത്ത് കിടന്നതിന്റെ ഓർമ്മയ്ക്ക് മകൾക്ക് പേരിട്ടതാണ്. മാത്രമല്ല, ലാലു പ്രസാദ് യാദവിന്റെ വലങ്കയായിരുന്നു ഒരു കാലത്ത് ഈ രാം കൃപാൽ യാദവ്. അവിടുന്ന് RJD-ന്നാണ് വീണ്ടും BJP പാളയത്തിൽ പോയി മത്സരിക്കുന്നത്. പാടലീപുത്ര അശോക ചക്രവർത്തിയുടെ തലസ്ഥാനമാണ്. മിസാ ഭാരതി പുതിയ ചക്രവർത്തിനിയായി ഉയരുമോ? ചോദ്യങ്ങളാണ്. ലാലുവിന്റെ മകൾ ആദ്യ ജയത്തിലേക്ക്. മറ്റൊരു മകൾ രോഹിണി ആചാര്യ, ലാലുവിന് ഒരു കിഡ്നി കൊടുത്ത മകളാണ് രോഹിണി ആചാര്യ. അപ്പൊ അവരും കൂടെ ജയിച്ചാൽ ലാലുവിന് ഇരട്ടി. രാജീവ് പ്രതാപ് റൂഡിയുമായി ഏറ്റുമുട്ടുന്നു രോഹിണി ആചാര്യ. പക്ഷേ അതോടൊപ്പം അതിപിന്നാക്ക വോട്ടുകൾ എന്ന നിതീഷിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കടന്നു കയറാൻ ഈ തെരഞ്ഞെടുപ്പിലും അത്രയധികമൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും പുതിയ ബ്രാൻഡായി തേജസ്വി എമർജ് ചെയ്യുന്നു എന്നുള്ളതാണ് ബീഹാർ നൽകുന്ന പ്രധാന 5526 വോട്ടുകൾക്കാണ് വി ജോയി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്.